പെരുന്നാൾ ദിനത്തിൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും കുടുംബവും നമുക്കൊപ്പം ചേരുകയാണ്. ഒത്തുചേരലാണ് പെരുന്നാളിന്റെ സന്തോഷമെന്നും ആര്യാടൻ ഷൗക്കത്തിന് ബാപ്പൂട്ടി എന്ന വിളിപ്പേര് വന്നതിനെക്കുറിച്ചുമൊക്കെ കുടുംബം മനസ്സ് തുറക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ അർജുൻ കല്യാടിനൊപ്പം ആര്യാടൻ ഷൗക്കത്തും കുടുംബവും. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിന്റെ ബാപ്പുട്ടിക്കൊപ്പമാണ് നമ്മളുള്ളത്. അവരോടൊപ്പമാണ് നമ്മളുടെ പെരുന്നാൾ ആഘോഷം. ബാപ്പുട്ടിക്ക, പെരുന്നാൾ എങ്ങനെ പോകുന്നു? എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുന്ന, ഇത് തറവാട് കൂടി ആയതുകൊണ്ട് എല്ലാവരും തറവാട്ടിലേക്ക് വരുന്ന ദിവസമാണ്. ഓടിയെത്തി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് സന്തോഷം പങ്കുവെക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഞാൻ ബേസിക്കലി കണ്ണൂരാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിലമ്പൂരിൽ ആർക്കാണ് സാധ്യത? ആര്യാടൻ ഷൗക്കത്തിനൊക്കെ സാധ്യതയുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ബാപ്പുട്ടിക്ക ജയിക്കും. അപ്പോൾ ഞാൻ ആ കന്തം വിട്ടുപോയി. ആരാണ് ഈ ബാപ്പുട്ടിക്ക? എല്ലാവരും ചോദിക്കുന്ന ഒരു 10 ആളോട് ചോദിച്ചാൽ 6 ആളെങ്കിലും ബാപ്പുട്ടിക്ക എന്നാണ് മറുപടി പറയുന്നത്. സത്യം പറഞ്ഞാൽ നാട്ടുകാരോടുള്ള ആ സ്നേഹവും അവരോടൊക്കെ സ്നേഹം കൊടുത്ത് അവർക്കൊക്കെ പരിചയപ്പെട്ട് അതിന് ശേഷം വീട്ടിലൊക്കെ ഇങ്ങനെ സമയം കിട്ടാറുണ്ടോ? അത് കുഞ്ഞാക്കിയാണെങ്കിലും ഞങ്ങളോട് എല്ലാവരോടും രാത്രിയായാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുത്തി എല്ലാം സംസാരിച്ച് ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ച് അങ്ങനെയാണ്. പെരുന്നാളിൻ്റെ ഒക്കെ സമയത്തായിരിക്കും അല്ലേ ഉപ്പാനൊക്കെ കൂടുതൽ സമയം നമുക്ക് വീട്ടിൽ കിട്ടുക? പെരുന്നാളിൻ്റെ ആകുമ്പോൾ പിന്നെ രാവിലെ ഈദൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും. പിന്നെ എല്ലാവരും കാണാൻ വരുമ്പം ഇവിടെ തന്നെ ഉണ്ടാവണമല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ കുട്ടികൾ ഇപ്പപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലാണ് പോവാറ്. അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഓരോരോ വീട്ടിൽ പോയിട്ട് പിന്നെ ഉച്ച ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേനും ഇവിടെ എത്തും. ഇപ്പം എല്ലാവരും വേറെ ഇപ്പം വിളിച്ച് വേറെ ആൾക്കാരും എല്ലാവരും കുറച്ച് ദിവസമായിട്ട് കിട്ടണ്ടേ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ 2 ദിവസമായി ഇപ്പോൾ കണ്ടിട്ട് തിരക്കിലാണ്. എന്താണ് മൊത്തത്തിൽ മണ്ഡലത്തിലൊരു ഒരു പൾസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ? ഒരിക്കലും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു അനുകൂലമായ UDFന് അനുകൂലമായ ഒരു വലിയ ട്രെൻഡ് നിലമ്പൂരുണ്ട്. പുറത്തിറങ്ങാത്ത ആളുകൾ പോലും സ്വീകരണ യോഗങ്ങൾക്ക് വരുന്നു, നമ്മളെ ആശ്ലേഷിക്കുന്നു, വാത്സല്യപൂർവ്വം നമ്മളോട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലമ്പൂരുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ പെരുന്നാളാണ്. ഉച്ച കഴിഞ്ഞ ഈ ടേബിളിലൊക്കെ വിഭവങ്ങളൊക്കെ നിറയും. എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാകുമോ? പണ്ടത്തതും ഇപ്പോഴത്തും ഒക്കെ എങ്ങനെയാണ്? പണ്ടൊക്കെ നെയ്ച്ചോറായിരുന്നു. ഇപ്പൊക്കെ കുറെ ആളുണ്ടാകുമ്പോൾ ബിരിയാണി വെക്കലാണ്. കുഞ്ഞാക്കൊക്കെ എന്ത് ഭക്ഷണമായിരുന്നു ഇഷ്ടം കൂടുതൽ? ഞങ്ങൾക്ക് നെയ്ച്ചോറായിരുന്നു. അതിക്ക് പിന്നെ മട്ടൻ കറി ഒക്കെയാണ്. ബാപ്പുട്ടിക്കോ? ബാപ്പുട്ടിക്കും നെയ്ച്ചോറ് തന്നെയാണ്. പിന്നെ കുറെ ആളുണ്ടാകുമ്പോൾ വിളമ്പി കൊടുക്കാനൊക്കെ സൗകര്യം എന്ന് വിചാരിച്ചിട്ട് ബിരിയാണി ആക്കും. ഈ ബാപ്പുട്ടി വന്നത് എങ്ങനെയാപ്പോ? ബാപ്പുട്ടി വന്നത് ഇവരൊക്കെ ബാപ്പുട്ടി അത് ഓമനപ്പേര് ഇടുന്നതാണ് ബാപ്പുട്ടി. ഇതിപ്പോ നാട്ടുകാർ മൊത്തം ഏറ്റെടുത്തിക്കാണ്. ഈ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പേരിങ്ങനെ വരുന്നു, അതിലൊക്കെ സങ്കടമൊക്കെ ഉണ്ടാകാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. വിവാദങ്ങളൊക്കെ നമ്മൾ കുഞ്ഞാക്കയുടെ സമയത്ത് മുതൽ നമ്മൾ കേട്ട് തുടങ്ങിയോണ്ട് അത് ഞങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല. അതും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അടുത്ത സുഹൃത്തായിരുന്നു. ഈ പ്രഖ്യാപിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ PV അൻവറും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ കണ്ടു. അതിന് ശേഷമാണ് PV അൻവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അതിപ്പോഴും കുഴപ്പമില്ലല്ലോ, ഇപ്പോഴും അതിനൊന്നും പ്രശ്നം. അപ്പുറത്ത് സ്വരാജ് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. ഞാനും PV അൻവറും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തിപരമായി ഒന്നും പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന് അതെൻ്റെ നിലപാടാണ്. ആ നിലപാട് എനിക്ക് കൈമാറി തന്നത് എൻ്റെ പിതാവാണ്. അത് തിരിച്ച് അങ്ങോട്ട് കൊടുത്ത അതേ മാന്യത ചില സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് PV അൻവർ ഇങ്ങോട്ടേക്ക് കാണിച്ചിട്ടില്ല എന്നുള്ളത് അതിപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ മനസ്സിലൊന്നും ഉണ്ടായിട്ട് പറയുന്നതാവില്ല. അതൊക്കെ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറയുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ബന്ധുക്കാരും കൂടിയാണ്. ഉമ്മ പുത്തൻ വീട്ടില, PV അൻവർ പുത്തൻ വീട്ടില. അൻവറിന്റെ സ്വന്തം കുടുംബമാണ് ഉമ്മാൻ്റെ. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ പെരുന്നാൾ ദിനവും കടന്നു പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിനൊരു കുറവുമില്ല. അതുപോലെ തന്നെ ഇതേ ആവേശം തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരെയും ഉണ്ടാവുമെന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അതേ അർത്ഥത്തിൽ വിജയം കാണുമെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. വലിയ പോരാട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ പെരുന്നാളിൻ്റെ ആശംസകൾ കൂടി ഈ കുടുംബം നേരുകയാണ്. റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.